ഇവിടുത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ അതെ UDF പ്രതിപക്ഷത്ത് നിൽക്കുന്നു. ആ UDF-നെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമാവധി ഒരു അടവ് നയമായി ഞങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ UDF-ലെ ഏതെങ്കിലും കക്ഷികളെ അടർത്തി മാറ്റാനോ അവരെ ഭിന്നിപ്പിക്കാനോ ഒക്കെയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് അവർ ഒരു മറയും കൂടാതെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഗെയിം പ്ലാൻ അല്ലേ മാണി സാറിൻ്റെയും ജോസ് കെ മാണിയുടെയും? നിങ്ങളെന്താ വിചാരിച്ച് അവർ LDF-ലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണോ? അങ്ങനെയല്ല. ഇപ്പോൾ UDF-ൽ നിന്ന് വിട്ടുകഴിഞ്ഞു. UDF നേതൃത്വവും പ്രവർത്തകരും മാണി ജോസ് കെ മാണിയെയും അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിനെയും ഇനി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടെടുത്തു കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എന്താണെങ്കിലും മാണി സാറിനെ എടുക്കില്ല എന്ന് അദ്ദേഹത്തിന് സാമാന്യബോധത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം അതിൻ്റെ ചരിത്രമൊക്കെ അറിയാം, ഞാനത് ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോഴെന്താണ് ഇനി അടുത്ത വഴി? അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരോട് അദ്ദേഹം ഇനി പറയാൻ പോകുന്നത് എന്താണ്? നമുക്ക് UDF-ൽ സ്ഥാനമില്ല, നമുക്ക് LDF-ൽ നിവൃത്തിയില്ല, നമുക്ക് എവിടെയെങ്കിലും പോകണ്ടേ? അപ്പം നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന കുമ്മനം രാജശേഖരൻ്റെ, നരേന്ദ്രമോദിയുടെ BJP NDA മുന്നണി ഇവിടെയുണ്ട്. നമുക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാ? ജോസഫ് സാർ ഇനി മാണി സാറിൻ്റെ ആ പാർട്ടിയിൽ നിൽക്കാതിരിക്കുകയാണ് നല്ലത്. അദ്ദേഹത്തിന് ഒരു ഗവർണർ ആവാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടേം മുഴുവൻ അദ്ദേഹത്തിന് കോടതിയിൽ നിന്നും ഈ വിചാരണയെ നേരിടാതെ മാറി നിൽക്കാനായിട്ട് കഴിയും.